ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇന്റർഫേസിലോട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വിത്ത് NIC കാർഡ് ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്ത് സപ്പോർട്ട് TCP/IP. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മോഡം, ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഇന്റർനെറ്റ് അക്കൗണ്ട് ഗിവൻ ബൈ ദി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, സോഫ്റ്റ്വെയർ ലൈക്ക് ബ്രൗസേഴ്സ്, ക്ലയന്റ് ആപ്ലിക്കേഷൻ ഫോർ ഇമെയിൽ, ഡാറ്റ എക്സെട്ര. ഈ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 3 മാർക്സ് ആണ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ദ ടേംസ് ഫിഷിംഗ് ആൻഡ് ഹാക്കിംഗ്. ഫിഷിംഗ് എന്താണ്, ഹാക്കിംഗ് എന്താണ് പറയുന്നത്. ഫിഷിംഗ് ഈസ് ആൻ attempt to acquire information such as username, password, credit cards details by posting the original website. Hacking means എന്താണ്, hacking is the technical effort to manipulate the normal behavior of a network connection and connect to the system. Third question എന്ന് പറഞ്ഞാൽ briefly describe any 2 benefits of e-governance ആയിരുന്നു. e-governanceന്റെ ഏതെങ്കിലും 2 ബെനിഫിറ്റ്സ് എഴുതാനാണ് പറഞ്ഞിരുന്നത്. ഏതൊക്കെ വരിക നമുക്ക്. leads to automation government services, more transparency in the functions, saves unnecessary visit of public offices. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 മാർക്സ് ആണ് കിട്ടുന്നത്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് റൈറ്റ് എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് e-learning ആണ്. നെക്സ്റ്റ് ക്ലോസ്. e-learningന്റെ അഡ്വാൻസ് എന്ന് പറയുന്നത് എന്താണ്, ദ എബിലിറ്റി ടു ഓഫർ കോഴ്സസ് ഓൺ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. Cost for learning is much less. People with limited financial resources are very much supported by the lower cost, and it provides facility to online courses from various nationality or international. Time and place not considered for e-learning. Okay, 3 points ആണ് വരുന്നത്. കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മാർക്സ് കൊടുക്കുക കേട്ടോ.